18ാം പടിക്ക് മുന്നിലായി നിൽക്കുകയാണ്. 53 വർഷങ്ങളുടെ ദർശന പുണ്യത്തിലേക്ക് കടക്കുകയാണ് തങ്കയങ്കി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ. നമുക്കറിയാം, ഇതിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1971 അയ്യപ്പന് നടക്കി വെച്ചതാണ് ഈ തങ്കയങ്കി. അന്നു മുതൽ 453 പവനാണ് ഈ തങ്കയങ്കി. 453 പവൻ വരുന്ന ഈ തങ്കയങ്കി അണിയിച്ചാണ് ശബരിമലയിൽ മണ്ഡല പൂജ നടക്കുക എന്നുള്ളതാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് തങ്കയങ്കി. അവിടെ നിന്നുള്ള വിവരങ്ങൾ കാഴ്ച. തീർച്ചയായും ആര്യ, സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തിയിരിക്കുന്നു. പന്തളത്ത് നിന്നുള്ള സംഘമാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയും വഹിച്ചുകൊണ്ട് ഈ 18ാം പടി കയറുന്നത്. ഈ തിരുവാഭരണ ഘോഷയാത്ര എടുക്കുന്ന അതേ സംഘം തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്രയും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. തലച്ചുമടായി കൊണ്ടുവരുന്നു. ആ സംഘമാണ് ഇപ്പോൾ ഈ 18ാം പടി കയറി കൊണ്ടിരിക്കുന്നത്. ഈ 18ാം പടി കയറിയാലുടൻ തന്നെ ഇവിടെ സ്വീകരണമുണ്ട്. ഇവിടെ ദേവസ്വം മന്ത്രി VN വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ സംഘം ഇവിടെ കാത്തിരിക്കുന്നു. തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് 18ാം പടി കയറി കെട്ടില്ലാതെ കയറി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ മറ്റും സംഘമാണ്. ഇവർക്ക് ഇങ്ങനെ കെട്ടില്ലാതെ നടന്ന് കയറി വരാനുള്ള അനുജ്ഞ തന്ത്രി നൽകുന്നതാണ്. അത് ഇതിന്റെ ഭാഗമാണ്. അതായത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പൂജിച്ച് അർപ്പിച്ച മാല, അതേപോലെ ഭസ്മക്കുറിയും ഒക്കെ തന്ത്രിയാണ് ഇവർക്ക് ചാർത്തുന്നത്, ഇവരെ അണിയിക്കുന്നത്. അതിനുശേഷമാണ് അവർ ശരംകുത്തിയിൽ പോയി ഈ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു തങ്കയങ്കി ഘോഷയാത്രയ്ക്കൊപ്പം തന്നെ ഈ 18ാം പടി കെട്ടില്ലാതെ കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. തങ്കയങ്കി ഇതാ 18ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ കൊടിമര ചുവട്ടിലെത്തിയിരിക്കുന്ന തങ്കയങ്കിക്ക് മാലകൾ അണിയിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 40 ദിവസമായുള്ള വ്രതം നാളെ മണ്ഡലം 41 അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. വലിയ വ്രതഭക്തിയോടുകൂടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഭക്തർ ഉണ്ടായിരുന്നത്. എന്തായാലും മണ്ഡല പൂജ നാളെ നടക്കാനിരിക്കെ തങ്കയങ്കിയും സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. അത് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഉണ്ടാകും. ഈ തങ്കയങ്കി ചാർത്തുക എന്നുള്ളതാണ്. ഏതാണ്ട് കൃത്യം 6:25 തന്നെ ഈ തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അതാ തങ്കയങ്കി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ തങ്കയങ്കി ചാർത്തുന്നൊരു സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അത് ചാർത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് ദീപാരാധനയാണ്. തീർച്ചയായും നാളത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മണ്ഡല പൂജയാണ്. 41 മണ്ഡലം 41 എന്ന് പറയുമ്പോൾ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച്, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. ആ നാളത്തെ ദിവസത്തെ മണ്ഡല പൂജ ഏതാണ്ട് 12:30 മുതൽ 1 മണി വരെയുള്ള മണ്ഡല പൂജ, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ സന്നിധാനത്തെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ, ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ എല്ലാവരും എന്തായാലും ശ്രീകോവിലിനുള്ളിലേക്ക് ഇതാ തങ്കയങ്കി എത്തിച്ചിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഒരു ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ സന്നിധാനമുള്ളത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇനി ദീപാരാധന ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള വലിയ കാത്തിരിപ്പിലാണ് ഈ ശബരിമല സന്നിധാനത്തിന് ചുറ്റും നിൽക്കുന്ന ഓരോ ഭക്തരും ഉള്ളത്. ആര്യ, തീർച്ചയായും വിശിഷ്ടമായ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം തന്നെ സന്നിധാനത്ത് ആരംഭിക്കും. തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള പേടകം അത് ശ്രീകോവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ദീപാരാധനയ്ക്ക് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടും. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ കാണാൻ ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. ഇന്ന് രാവിലെയും
നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ്, വലിയ തിരക്കുണ്ടായിരുന്നു. രാവിലെ ദർശനം നേടിയ ഭക്തരെല്ലാവരും തന്നെ ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ കൂടി കണ്ടിട്ടേ മടങ്ങൂ. അതാണ് പൊതുവെ ഭക്തരുടെ ഒരു ശീലം. ഇനി ഭക്തിസാന്ദ്രമായ ദീപാരാധനയാണ് സന്നിധാനത്ത് ഉടൻ തന്നെ നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് തങ്കയങ്കി ശ്രീകോവിലേക്ക് എത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.